ഈ കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടാൻ എത്രത്തോളം സാധ്യതയുണ്ട്? ഞങ്ങൾ 100% പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഫസ്റ്റ് ഇവർക്ക് കോഴ്സ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് നമ്മൾ പ്രോജക്റ്റ് ചെയ്യിപ്പിക്കും. ഒരു 1-2 പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു 3-4 പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് കോഡിങ്ങുമായിട്ട് നല്ല ബന്ധം വരും. അപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ ഒന്ന് ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല റെസ്യൂം റെഡി ആയി കൊടുക്കും. പിന്നെ ലിങ്ക്ഡിനിൽ അടിപൊളിയായിട്ട് പ്രൊഫൈല് ഒക്കെ റെഡി ആയി കൊടുത്തിട്ട് മോക്ക് ഇൻ്റർവ്യൂസ് നടത്തും. ടെക്നിക്കൽ എക്സ്പേർട്സിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രി എക്സ്പേർട്സ് വന്നിട്ട് അവർക്ക് മോക്ക് ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇവർ കംഫർട്ടബിൾ ആവും. പിന്നെ ഇവർക്ക് നമുക്ക് പുതിയൊരു ഒറിജിനൽ ഇൻ്റർവ്യൂവിന് നമുക്കൊരു പറഞ്ഞു വിടാൻ പറ്റും. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് എങ്ങനെയുള്ള ഒരു 90% ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇവർക്ക് ആക്കിയെടുക്കും. അത് ആക്കിയെടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഇൻ്റർവ്യൂവിന് വിടുന്നത്. അതല്ലാതെ ആ എബിലിറ്റി ഇല്ലാതെ വരെ ചുമ്മാ 4 ഇൻ്റർവ്യൂവിന് വിട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് നമ്മൾ ടെക്നിക്കലായിട്ട് ഇവരെ സ്ട്രോങ് ആക്കും. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വേണ്ട സപ്പോർട്ട്സ് കൊടുക്കും. റെസ്യൂം റെഡി ആയി കൊടുക്കുക. റെസ്യൂമിൽ തന്നെ നല്ല ഹുക്കായിട്ടും അതിൻ്റെ ജോബ്സ് റോൾസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് അതുള്ളൂ നമ്മളൊരു ഇൻ്റർവ്യൂവിന് നമ്മളെ വിളിക്കുക. പിന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചാൽ തന്നെ നമ്മളവിടെ എങ്ങനെ പെർഫോം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു മോക്ക് ഇൻ്റർവ്യൂ 1-2 മോക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അത് ക്ലിയർ ആയി കിട്ടും. അപ്പോൾ അങ്ങനെ പിന്നെ പ്രശ്നം വരാതെ അവർക്ക് നിൽക്കും ചെയ്യും. പിന്നെ ഒരു കമ്പനിയിൽ ജോലി കിട്ടിക്കഴിഞ്ഞാലും എങ്ങനെ മാനേജ് ചെയ്യണം നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് അവർക്കൊരു 6 മന്ത്സിൻ്റെ അടുത്ത് എക്സ്പീരിയൻസ് ഇവിടെ തന്നെ ഏകദേശം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവർക്ക് കമ്പനിയിൽ എങ്ങനെയും പിടിച്ചു നിൽക്കാൻ കഴിയും.